സ്വാഗതം. ഇന്ത്യ വേഴ്സസ് ഇന്ത്യയിലേക്ക് ഒരിക്കൽ കൂടി. ഇന്ന് ഗുജറാത്താണ്, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം സംസ്ഥാനം. ഒരു സീറ്റിൽ എതിരില്ലാതെ BJP അവിടെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആദ്യത്തെ ജയം സമ്മാനിക്കുന്നത് ഗുജറാത്താണ്. ആകെയുള്ള 26 സീറ്റിൽ ഒരു സീറ്റിൽ അവിടെ BJP എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ബാക്കി 25 സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്നലെ കഴിയുകയും ചെയ്തു. 2014-നെയും 2019-നെയും അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി എന്നുള്ളതാണ് ഗുജറാത്തിനെ ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാക്കുന്നത്. 2014-ൽ 63.66% ഗുജറാത്തിലെ പോളിംഗ്. 2019-ലാകട്ടെ അത് 64.51 എന്ന നിലയ്ക്ക് കുറച്ചുകൂടി ഉയർന്നു, 1% ഉയർന്നു. പക്ഷേ ഇക്കുറി പ്രാഥമിക കണക്കനുസരിച്ച് പോളിംഗ് 59.51% മാത്രമാണ്. ഏറ്റവും അവസാനത്തെ കണക്കെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് 60% കുറച്ച് മുകളിലേക്ക് പോയേക്കാം, അത്രയേ ഉള്ളൂ. എങ്കിലും ഒരു 3 മുതൽ 4% വരെ പോളിംഗ് കുറവായിരിക്കും ഗുജറാത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് ഈ പോളിംഗ് കുറയുന്നത്? എല്ലാ മണ്ഡലങ്ങളിലും 5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ലീഡ് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നിരവധി പ്രചാരണ റാലികളിൽ പങ്കെടുത്തു. എന്നിട്ടും പോളിംഗ് കുറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് തുടങ്ങാം. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയറായ ജേർണലിസ്റ്റുകളിൽ ഒരാളായ സണ്ണി സെബാസ്റ്റ്യനാണ്. സ്വാഗതം ഈ ഷോയിലേക്ക്. താങ്കൾ എന്ത് വിചാരിക്കുന്നു, എന്തുകൊണ്ടായിരിക്കും ഈ പോളിംഗ് ശതമാനത്തിലൊരു ഇടിവുണ്ടായത്? ഈ മോദി ഫാക്ടർ എന്ന് പറയുന്നൊരു ഘടകം ഗുജറാത്തിലും കുറഞ്ഞു തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ഈ പോളിംഗ് ശതമാനത്തിലെ കുറവിനെ നമ്മൾ കാണണോ? പോളിംഗ് ശതമാനം നേരത്തെ ഉണ്ടായിരുന്ന 2 റൗണ്ടുകളിലും കുറവായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യത്തേത് പ്രത്യേകിച്ച് BJPക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഈ ഫേസിൽ കൂടുതലും BJP വിജയിച്ച സീറ്റുകളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് പോളിംഗ് ശതമാനം കുറയുന്ന, പ്രത്യേകിച്ച് ഗുജറാത്തിൽ കുറയുന്നത് അതൊരു ഇൻഡിക്കേഷൻ ആയിട്ട് എടുക്കേണ്ടി വരുമെന്നാണ് എന്റെ വിചാരം. കാരണം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സ്റ്റേറ്റും അതുപോലെ തന്നെ അവരുടെ മോഡൽ സ്റ്റേറ്റും ആയിരിക്കുന്നിടത്തെ ആൾക്കാരിൽ ഒരു ആവേശം കാണുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഇൻഡിക്കേഷൻ. പോളിംഗ് ശതമാനം കുറയുന്നതിൽ വേറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. വെതർ കണ്ടീഷൻസ് എല്ലായിടത്തും തന്നെ മോശമായിരുന്നല്ലോ. ചില സ്റ്റേറ്റുകളിലൊക്കെ പോളിംഗ് ശതമാനം കൂടിയിട്ടുമുണ്ട്. കർണാടക പോലുള്ളിടത്ത്, ഛത്തീസ്ഗഡിൽ കൂടിയിട്ടുണ്ട്. ഗുജറാത്തിൽ കുറയുന്നത് അതും വളരെ നല്ലൊരു ശതമാനം, 4-5%. ഇതിപ്പം മുഴുവനായിട്ടുള്ള ഡേറ്റ വന്നിട്ടില്ല, എങ്കിലും ഒരു 5% എങ്കിലും കുറവുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ഷനിലേക്കായി. അപ്പൊ ആ ക്ലൗട്ട് അല്ലെങ്കിൽ ആ കരിഷ്മ അല്ലെങ്കിൽ ആ ഷൈനിങ് ഷീൻ നഷ്ടപ്പെടുന്നു എന്ന് വേണേ പറയാം. ഇതിനകത്ത് ആൾക്കാർക്ക് അധികം വോട്ടേഴ്സിന് ഇതുപോലെ എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പുറത്തിറങ്ങി വോട്ട് ചെയ്യും. ആ സ്ഥിതിയില്ല, ഒരു ഇൻഡിഫറൻസ് ഏതായാലും ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മളത് പറയുമ്പോഴേ ഇപ്പോൾ ഈ ഗുജറാത്ത് ഏതാണ്ട് 1995 മുതൽ ഇങ്ങോട്ട് BJP ഭരിച്ചു വരികയാണ്. നരേന്ദ്രമോദി 2014-ൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഗുജറാത്തിൽ വലിയ തോതിലുള്ള ആവേശം BJPക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എഫക്റ്റ് 2014-ലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമ്മൾ കണ്ടു. 2019-ൽ വീണ്ടും അദ്ദേഹം പ്രധാനമന്ത്രി ആകും എന്ന പ്രതീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ എഫക്റ്റ് വീണ്ടും നമ്മൾ കണ്ടു. 2 തെരഞ്ഞെടുപ്പുകളിലും 26-ൽ 26 സീറ്റും BJP ജയിച്ചു. അപ്പോൾ ഈ വലിയ വിജയം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ആൻറ്റി ഇൻകംബൻസി എന്നുള്ളൊരു ഫാക്ടർ, അത് ഗുജറാത്ത് ഇത്രയും കാലമായി BJP ഭരിക്കുന്നു, ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിലുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി, ഈ 2 ഫാക്ടേഴ്സും ഈ പോളിംഗ് ശതമാനം കുറയുന്നതിന് ഒരു കാരണമായിട്ടുണ്ടാവുമോ? അതെ, ആന്റി ഇൻകംബൻസി എത്രയായാലും ഉണ്ട്. എത്ര നല്ല പർദീസായാണെന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ബോറാവുമല്ലോ എത്രയായാലും. ഇത് ഹ്യൂമൻ നേച്ചറിൽ പെട്ട കാര്യമാണ്. ഈ പറയുന്ന പർദീസായൊന്നും ഇല്ലെന്നുള്ളത് നമ്മൾക്കറിയാം, അത് വേറെ കാര്യം. പക്ഷേ ഇവരുടെ ഈ മോഡൽ ഐഡിയൽ സ്റ്റേറ്റ് രാമരാജ്യം ആണ് ഗുജറാത്തിൽ എങ്കിൽ പോലും ആൾക്കാർക്ക് പല കാര്യങ്ങളും അത് അവിടെ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ ഡെവലപ്മെന്റ് പാരാമീറ്റേഴ്സിൽ ഇവർ പറയുന്ന പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ് ഒന്നും അല്ല ഗുജറാത്ത്. അത് പ്രോപ്പർലി ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല ഈ ക്ലെയിംസ് ഒക്കെ. അതുപോലെ ആൾക്കാർക്ക് പല കൺസിഡറേഷൻസ് ഉണ്ട്. വളരെ ക്ലോസ്ലി മോണിറ്റേർഡ് സ്റ്റേറ്റ് ആണ് ഗുജറാത്ത്. അതുപോലെ ഓവർ എ പീരിയഡ്, അതായത് 10 വർഷമായിട്ട് BJP അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കാരെയും BJP ചേർത്തോണ്ടിരിക്കുകയാണ്. അവിടെ ജയിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത കോൺസ്റ്റിറ്റ്യുവൻസീസ് പോലും ആൾക്കാരെ, ഫോർ എക്സാമ്പിൾ ബറോച്ച്,
അവിടെയുള്ള ഇപ്പോഴത്തെ ആപ്പിന്റെ കാൻഡിഡേറ്റിനെ അവർ പല പ്രാവശ്യം പുറകെ നടന്ന് ഭീഷണിപ്പെടുത്തിയും പ്രലോഭനങ്ങൾ കൊടുത്തും കൂട്ടത്തിൽ ചേർക്കാൻ നോക്കി. അങ്ങനെ ഒരു സ്റ്റേറ്റ്, ഇവരുടെ ഒരു പ്രയോഗശാലയാണിത്. അവിടെ ആൾക്കാർക്ക് താല്പര്യം കുറയുന്നെങ്കിൽ അതൊരു കൺസേൺ ആണ്, മാറ്റർ ഓഫ് കൺസേൺ ആണ് ബി.ജെ.പിക്ക്. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ ഗുജറാത്തിലെ ഇൻഡിഫറൻസ് ബോർഡർ സ്റ്റേറ്റ്സ്, രാജസ്ഥാൻ പോലുള്ളത് അത് ആ ബോർഡർ ഏരിയാസിൽ കാണാനുണ്ട്. അപ്പോൾ പഴയതുപോലെയുള്ള ക്ലൗട്ടും ആവേശവും ഒന്നും ആൾക്കാരിലില്ല. ഈവൻ ഇത് നമ്മൾ പരിഗണിക്കണം, അതായത് രാം മന്ദിരം ഉണ്ടാക്കി ആൾക്കാരിൽ ആവേശം ഇല്ലെങ്കിൽ പിന്നെ ബാക്കി ഇതുമാതിരിയുള്ള ട്രംപ് കാർഡിൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ബി.ജെ.പിക്ക് എന്താണ് ബാക്കിയുള്ളത്? സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അത് കഴിഞ്ഞ് ഈ രണ്ടാം ഘട്ടത്തിൻ്റെ പോളിംഗ് അവസാനിച്ചതിന് ശേഷം നരേന്ദ്രമോദി തന്നെ മുന്നിട്ടിറങ്ങി വർഗീയ വിഭജനത്തിൻ്റെ ആഴം കൂട്ടാൻ പാകത്തിൽ നടത്തിയ പ്രസ്താവനകൾ, ഇതിനൊക്കെ ശേഷമാണ് ഗുജറാത്തിലെ പോളിംഗ് നടക്കുന്നത്. അപ്പോൾ ഇത്തരം ട്രംപ് കാർഡുകളൊന്നും ഗുജറാത്തിൽ അത്രത്തോളം ഇപ്പോൾ വിലപ്പോകുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് കൂടി ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവിനെ കാണണോ? തീർച്ചയായിട്ടും ആൾക്കാരിലുള്ള ആവേശമൊക്കെ നശിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഇൻഡിക്കേഷൻ. രാമക്ഷേത്രത്തിൽ കൂടുതലായിട്ട് ബി.ജെ.പിക്ക് ഓഫർ ചെയ്യാനായിട്ട് ഒന്നുമില്ല. കാരണം ഡെവലപ്മെന്റ് ഒന്നും ബി.ജെ.പിയുടെ പ്ലാങ്ക് ഒന്നും അല്ല, ഇലക്ഷന്റെ പ്ലാങ്ക് ഒന്നും അല്ല. അതൊരു സൈഡ് ഐറ്റം, സൈഡ് ഡിഷ് ആയിട്ട് വേണേൽ കരുതാം. മെയിൻ പ്ലാങ്ക് ഇത് തന്നെയാണ്, രാമക്ഷേത്രവും ഹിന്ദുത്വയും ഒക്കെ തന്നെ. ആ രീതിയിലുള്ള ഒരു സിറ്റുവേഷനില് രാമക്ഷേത്രം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉടനെയുള്ള ഇലക്ഷനില് ആൾക്കാർക്ക് ഒരു ഇൻഡിഫറൻസ് ആണെങ്കിൽ അത് വളരെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ്. അതായത് ഇതിന് കഴിഞ്ഞിട്ട് ബിയോണ്ട് ദിസ് പോയിന്റ് ഇനി ഈ ഇഷ്യൂ ആയിട്ട് മുമ്പോട്ട് ബി.ജെ.പിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നാഷണൽ ലെവലിൽ തന്നെ, ഗുജറാത്ത് അല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. യു.പിയിലൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. റൈറ്റ്. നമ്മളിത് പറയുമ്പോൾ ഈ ഗുജറാത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ കൂടി നമ്മളൊന്ന് പരിഗണിക്കുന്നു. ഇപ്പോൾ 1995 മുതൽ ഇങ്ങോട്ട് സംസ്ഥാനത്ത് പ്രതിപക്ഷത്താണ് കോൺഗ്രസ്. എങ്കിലും സംഘടന എന്നുള്ള നിലയ്ക്ക് അവർ പിടിച്ചു നിന്നിരുന്നു. ഇപ്പോൾ 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് കഴിഞ്ഞാൽ ഒരു ഭേദപ്പെട്ട പ്രകടനം, ഒരു പക്ഷേ സംസ്ഥാനത്ത് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കുന്ന വിധത്തിലുള്ളൊരു പ്രകടനം കോൺഗ്രസ് 2017 നടത്തും. പക്ഷേ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് ഉണ്ടായത്. അതിനുശേഷം കോൺഗ്രസ് കൂടുതൽ ദുർബലമാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. PCCയുടെ മുൻ അധ്യക്ഷനായിരുന്ന, ഇപ്പോൾ സിറ്റിംഗ് MLA ആയിരുന്ന അർജുൻ മോദുവാദി അടക്കമുള്ള നിരവധി നേതാക്കളാണ് ഇങ്ങനെ വരിയായി കോൺഗ്രസ് വിട്ടുപോയത്. അവരിൽ 4 പേര് MLA സ്ഥാനം രാജിവെച്ച് BJPയിൽ ചേർന്നു. അവരിപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികളായിട്ട് നേരത്തെ അവർ പ്രതിനിധാനം ചെയ്തിട്ട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അർജുൻ മോദുവാദിയുണ്ട്, CJ ചാവടയുണ്ട്, അങ്ങനെ 3-4 MLA മാർ. അപ്പോൾ ഇങ്ങനെ ദുർബലമായൊരു കോൺഗ്രസ് ആണ് എതിർ ചേരിയിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നത്. ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യത്തിലാണ്. ആദ്യമായിട്ടാണ് അവർ ആം ആദ്മി പാർട്ടിയുമായി ഗുജറാത്തിൽ സഖ്യമുണ്ടാക്കുന്നത്. 23 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു, 2 AAP മത്സരിക്കുന്നു. ഈ സഖ്യത്തിന്, കോൺഗ്രസ് AAP സഖ്യത്തിന് ഈ BJPക്കെതിരെ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ളൊരു കാഴ്ചവെച്ചിട്ടുണ്ടാകുമോ? അത്തരം ഉറപ്പിച്ചൊരു സഖ്യമായിരുന്നു അവിടെ? 26 സീറ്റിൽ 25 സീറ്റിൽ ഇപ്പൊ ഇലക്ഷൻ നടന്നില് വലിയ പ്രതീക്ഷകളോട് കൂടിയൊന്നും അല്ല കോൺഗ്രസും ആപ്പും ആം ആദ്മി പാർട്ടിയും മത്സരിച്ചിരുന്നത്. കാരണം പല കാരണങ്ങളുണ്ട്. അവരുടെ ഇൻഹറന്റ് ആയിട്ടുള്ള വീക്ക്നെസ്, സംഘടനാ ബലം ഇല്ലാതിരിക്കുക 2 പാർട്ടിക്കും, അതുപോലെ തന്നെ റിസോഴ്സസ് വളരെ കുറവായിരിക്കുക, അതുപോലെ തന്നെ പാർട്ടിയിലും ഫ്രണ്ട് ലൈൻ ലീഡേഴ്സ് പാർട്ടി വിട്ടു പോയിട്ട് BJPയിൽ മത്സരിക്കുന്നു. അതുപോലെയുള്ള ആ ഭീകരമായ സെറ്റ് ബാക്കുകള്, ഷോക്കുകള്, അത് നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് തന്നെ പാർട്ടിക്ക് ഉണ്ടാക്കി. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ BJP ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ ആണ്. ഓവർ എ പീരീഡ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്തും പ്രതീക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ. ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ അതുണ്ടായിട്ടുണ്ട്, രാജസ്ഥാനിലും കുറെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ രാജസ്ഥാനിലൊക്കെ അതുമാതിരി എത്രയ്ക്ക് അധികമായിട്ടുണ്ടായില്ല. ഗുജറാത്തില് വളരെ സിസ്റ്റമാറ്റിക്കലി BJP കോൺഗ്രസിനെ ഡിസ്മാന്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയും സീനിയർ ലീഡേഴ്സിനെ പിടിച്ചുകൊണ്ട് പോവുകയും അവർക്ക് പ്രലോഭനങ്ങൾ കൊടുത്തു, ഫലിച്ചില്ലെങ്കിൽ അവരെ പേടിപ്പിച്ചു, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് കേസെടുത്തു. ആ രീതിയിൽ ഒടുവിൽ നിവൃത്തികേടുകൊണ്ട് BJPയിൽ ജോയിൻ ചെയ്യുന്നു. ഇൻട്രസ്റ്റിംഗ്ലി BJPക്ക് അത് അങ്ങനെ ചെയ്യേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് എന്റെ അഭിപ്രായത്തിൽ അതൊരു ഏകീകൃതമായിട്ടുള്ള, അതായത് കോൺഗ്രസ് ഫ്രീ ഇന്ത്യ, അതിന്റെ കൂടെ ഒപ്പോസിഷൻ ഫ്രീ ഇന്ത്യ എന്നുള്ള ഒരു സ്റ്റാറ്റസിലോട്ട് ഇന്ത്യയെ കൊണ്ടുവരികയാണ്. അത് ഗുജറാത്തിൽ അവർ നേരത്തെ തുടങ്ങി. അത് വളരെ എഫക്റ്റീവ് ആവുകയും ചെയ്തു. പക്ഷെ ഈ ഇലക്ഷനിന്റെ റിസൾട്ട് അനുസരിച്ച്
അവർക്കത് അത് ആ ധാരണ തിരുത്തണ്ടായിട്ട് വന്നേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 5-6 സീറ്റുകളിൽ നല്ല കോണ്ടസ്റ്റ് ഉണ്ടെന്നാണ് അവിടെ റിപ്പോർട്ടുകൾ പറയുന്നത്, അവിടെ നിന്നുള്ള ഫീഡ്ബാക്കുകളൊക്കെ പറയുന്നത്. ആം ആദ്മി പാർട്ടി ബഹ്റോച്ചിലും പിന്നെ ബാക്കി ഒരു സ്ഥലത്ത് നല്ല സോളിഡ് ഫുട്ടിങ്ങിലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കാസ്റ്റ് ഇക്വേഷൻസും എല്ലാം ഫേവറബിൾ ആണ്. പിന്നെ ഈ പ്രാവശ്യം കോൺഗ്രസ് ക്യൂരിയസ്ലി ഒരു മുസ്ലിമിന് ടിക്കറ്റ് കൊടുത്തില്ല, ഒരു മുസ്ലിമിനെ പോലും ഫീൽഡ് ചെയ്തിട്ടില്ല. ബഹ്റൂച്ച് പോലുള്ള സ്ഥലത്ത് അഹമ്മദ് പട്ടേലിന്റെ ഫാമിലി പ്രൊട്ടസ്റ്റ് ഒക്കെ ചെയ്തു. കാരണം അത് ആം ആദ്മിക്ക് കൊടുത്ത സീറ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇൻട്രസ്റ്റിംഗിൽ ഒരു കാര്യം നോട്ട് ചെയ്യണം, രാജസ്ഥാനിൽ ഈ പ്രാവശ്യം അതായത് അയൽ സംസ്ഥാനമായ രാജസ്ഥാനിൽ ഈ പ്രാവശ്യം ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ അതനുസരിച്ച് കുറച്ചൊക്കെ ഒരു പരാതി പോലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരും അത് മുമ്പോട്ട് കൊണ്ടുപോയില്ല. ആ കംപ്ലൈന്റ്, അതായത് വോട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല. പ്രൊട്ടസ്റ്റ്, സീരിയസ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഗുജറാത്തിലും മുസ്ലിംസ് അങ്ങനെ സീരിയസ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ഒന്നും ചെയ്തില്ല. പിന്നെ ഒരു സീറ്റ് ചെറുതായിട്ട് ഓഫർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഈ വിന്നബിൾ അല്ലാത്ത സീറ്റ്, ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റ് തന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ കാര്യം ഒടുവിൽ സെറ്റിൽ ആവുകയായിരുന്നു. അപ്പം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടിയുള്ള അലയൻസിൽ ഈ പ്രതീക്ഷകളൊക്കെയാണ്. 4-5 സ്ഥലത്ത് കുറഞ്ഞ വർഷം കോൺടെസ്റ്റ് എങ്കിലും അതായത് ഒരു റെസിസ്റ്റൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. റൈറ്റ്. ഇപ്പോൾ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. സംസ്ഥാനത്ത് ഈ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റിലാണ് AP വിജയിച്ചത്. കോൺഗ്രസിന് കിട്ടിയത് 17 സീറ്റ്. 156 സീറ്റിലാണ് BJP വിജയിച്ചത്. അപ്പോൾ BJP കിട്ടിയ വോട്ട് ശതമാനം എന്ന് പറയുന്നത് 52.5%. കോൺഗ്രസിന് 27.28%, APക്ക് 12.92%. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിശകലനങ്ങളിലൊന്ന്, ഈ ആം ആദ്മി പാർട്ടി പ്രധാനമായും കടന്നു കയറിയത് കോൺഗ്രസ് വോട്ടുകളിലേക്ക് ആണ് എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാർട്ടികൾ കോൺഗ്രസും APയും തമ്മിലാണ് BJPക്കെതിരെ ഫൈറ്റ് ചെയ്യുമ്പോഴും ഈ 2 പാർട്ടികൾക്കിടയിൽ മത്സരമുണ്ട് എന്ന വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 പാർട്ടികൾക്കും 2022 കിട്ടിയ വോട്ട് പെർസെൻറ്റേജ് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 40%, 40%-ന് തൊട്ട് മുകളിലോ വോട്ട് വരും. അപ്പോൾ ഈ സഖ്യത്തിന്, കോൺഗ്രസ് AP സഖ്യത്തിന് 2022 സെപ്പറേറ്റ് മത്സരിച്ചപ്പോൾ തന്നെ 40%-നകത്തും വോട്ടുണ്ട് അവർക്ക്. അപ്പോൾ ഇതിനെ ഒന്ന് കുറെക്കൂടെ മെച്ചപ്പെടുത്താൻ പാകത്തിലേക്ക് ഈ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു കോർഡിനേഷൻ ആ വലിയ തോതിൽ അങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരിക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് ആ രീതിയിൽ ഒരു ലീഡർഷിപ്പ്, അങ്ങനെ കോർഡിനേഷന് വേണ്ടിയിട്ട് ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ കോൺഗ്രസിൽ അങ്ങനെ ഒരു ലീഡർ ഈ ആം ആദ്മി പാർട്ടിയായിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ ഇന്ത്യ അലയൻസുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒരു നീക്കം അങ്ങനെ കാര്യമായിട്ടുണ്ടായില്ല. പക്ഷെ ഇതൊരു തുടക്കം. ഈ പ്രാവശ്യം അത് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മുമ്പോട്ട് അത് ഒരു നല്ലൊരു ഇൻഡിക്കേറ്റർ ആണ്. അതേസമയം 2017 ഇൻട്രസ്റ്റിംഗ്ലി, ഞാൻ ഈ ജയ്പൂർ ഇരിക്കുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്, അശോക് ഗെഹ്ലോട്ട് ആയിരുന്നു ഇലക്ഷന്റെ ഇൻചാർജ് ഗുജറാത്തില്. ഓൾമോസ്റ്റ് കോൺഗ്രസ് ജയിച്ച സ്ഥിതിയിൽ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ പിന്നെ പെട്ടെന്ന് ഡൗൺ സ്ലൈഡ് ഉണ്ടായെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ പാർട്ടി വിടുകയും അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് BJP കോൺഗ്രസിനെ തകർക്കുകയും അത് റെസിസ്റ്റ് ചെയ്യാനായിട്ട് കോൺഗ്രസ് ഒട്ടും തന്നെ ശ്രമിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ശ്രമിക്കാനുള്ള വിൽ പവർ കാണിക്കാതിരിക്കുകയും ചെയ്ത സിറ്റുവേഷനിലാണ് ഒരുമാതിരി ഹാൻഡിങ് ഓവർ പോലെ അത് ഗുജറാത്ത് സ്റ്റേറ്റ് എല്ലാ ആശയും നശിച്ച് വിട്ടുകൊടുത്തത്. അങ്ങനെ ഒരു 5 വർഷം ആശ നശിച്ച രീതിയിൽ കഴിഞ്ഞിട്ട് ഇലക്ഷന് സമയമാകുമ്പം ചാടി എഴുന്നേറ്റ് ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട് ഇതുമാതിരിയൊക്കെ വലിയ പ്രതീക്ഷകളില്ലാതെ തന്നെ നിൽക്കേണ്ടതായിട്ട് വരും. പിന്നെ അവിടെ നിന്നുള്ള ഈ ഫീഡ്ബാക്ക് ഇതാണ്, എവറി കാൻഡിഡേറ്റ് ടു ഹിംസെൽഫ്, ലെഫ്റ്റ് ടു ഹിംസെൽഫ് എന്നൊരു സിറ്റുവേഷൻ. അതായത് റിസോഴ്സസ് ക്രഞ്ച് വളരെ സീരിയസ് ആയിട്ടുണ്ട്. BJP 85 കോടി എങ്ങാണ്ട്, BJPയും കോൺഗ്രസും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പെൻഡിങ്ങിൽ തന്നെയും. സ്പെൻഡിങ് റിസോഴ്സസിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് യാതൊരു സ്കേഴ്സിറ്റിയും ഗുജറാത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല, ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല, അങ്ങനെ ആരും കംപ്ലൈന്റ് ചെയ്തതായിട്ട് കേട്ടിട്ടുമില്ല. അതേസമയം കോൺഗ്രസിന് പൈസയുടെ പ്രശ്നങ്ങളുണ്ട്, റിസോഴ്സസിന്റെ പ്രശ്നമുണ്ട്, കൊടുക്കാനായിട്ട് ആളില്ല. പിന്നെ ഒരു നല്ല കാര്യം ഇതിനകത്ത് ഒരു പോസിറ്റീവ് ഔട്ട്കം ഇതാണ്,
പലരും പല കാൻഡിഡേറ്റ്സും അത് ക്രൗഡ് ഫണ്ടിങ് പോലുള്ളതിലോട്ട് തിരിഞ്ഞു. ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു ഇൻവോൾവ്മെന്റിന്റെ ഫീലിംഗ് ഉണ്ടാവും. അത് തന്നെ ഒരു സപ്പോർട്ടിന് കാരണമാകും. അതുപോലെ തന്നെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയെ പറ്റി അല്ല കാൻഡിഡേറ്റിനെ പറ്റി കുറച്ചുകൂടി ഒരു കൺസേൺ ഉണ്ടാവും, അവരുടെ ഫെയ്ത്തിനെ പറ്റി. അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ്, അങ്ങനെ ഒരു പോസിറ്റീവ് ഇതുണ്ട്. പിന്നെ ബാക്കി പൈസ ഉണ്ടായത് കാസ്റ്റ് നെറ്റ്വർക്കിൽ കൂടെയാണ്. കാൻഡിഡേറ്റിന്റെ കാസ്റ്റും ആ സപ്പോർട്ട് ബേസും അനുസരിച്ച് കാസ്റ്റ് ഗ്രൂപ്പ്സിൽ നിന്നൊക്കെ പൈസ ഓർഗനൈസ് ചെയ്യുമായിരുന്നു കാൻഡിഡേറ്റ്സ്. അതായത് ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ആ രീതിയിലും ഉണ്ടായിരുന്നില്ല ഇലക്ഷനിൽ. റൈറ്റ്. ഇപ്പോൾ BJP ഒരു സീറ്റിൽ എതിരില്ലാതെ ജയിച്ച കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് സൂറത്താണ്. സൂറത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രികയെ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചവർ അവർ പിന്മാറിയപ്പോൾ പത്രിക തള്ളിപ്പോയത്. അതിൻ്റെ പുറകെ മറ്റ് സ്ഥാനാർത്ഥികളുടെ പത്രിക കൂടെ പിൻവലിപ്പിക്കാൻ BJP സമ്മർദ്ദം ചെലുത്തി. അതിലവർ വിജയിച്ചു. അങ്ങനെയാണ് ഒരു എതിരില്ലാത്ത വിജയം സൂറത്തിൽ ഉണ്ടായത്. സൂറത്തിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ, ഗുജറാത്തിൽ നടന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒരു വലിയ പ്രകടനം കാഴ്ചവെച്ചൊരു സ്ഥലമാണ് ഈ സൂറത്ത് എന്ന് പറഞ്ഞാൽ. അവിടെ സൂറത്ത് മുനിസിപ്പാലിറ്റിയിൽ 2ാം സ്ഥാനത്തേക്ക്, BJPയുടെ താഴെ 2ാം സ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് അവിടെ സ്വാധീനമുണ്ട്. ഇത് ഇങ്ങനെ ഇരിക്കെ ഈ കോൺഗ്രസിൻ്റെ പത്രിക തള്ളിപ്പോയി സൂറത്തിൽ എന്നുള്ളത്, BJPക്ക് അവിടെ ഒരു എതിരില്ലാത്ത ജയം സമ്മാനിച്ചു എന്നുള്ളത്, അത് ഈ പാർട്ടികൾക്കിടയിൽ ഒരു അസ്വാരസ്യത്തിന് കാരണമായിട്ടുണ്ടോ? അതായത് ഇതുപോലെ ഒരു സിറ്റുവേഷൻ അലൗ ചെയ്തത് അലർട്ടായിട്ട് ഇരിക്കാതിരിക്കുകയും, പക്ഷെ ലാസ്റ്റ് മിനിറ്റിലുള്ള ഇങ്ങനെയുള്ള സാബോട്ടാഷുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാണ്, ആർക്കും അറിയാൻ പറ്റത്തില്ല. അതുപോലെയുള്ള ഗറില്ല വാർഫെയർ ആണ് ഇവർ നടത്തുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെയുള്ള അൺറിലയബിൾ ആയിട്ടുള്ള ആൾക്കാർ, ഇൻഡോറിലെ കാര്യം പറഞ്ഞ പോലെ, ഇൻഡോറിൽ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ആൾക്കാരെ, റിലയബിൾ ആയിട്ടുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരെ അവര് സ്ക്രീൻ ചെയ്ത് വെച്ചില്ല. ഒരു പാർട്ടിക്കും കംഫർട്ടബിൾ അല്ല. അവരുടെ പ്രസ്റ്റീജിന്റെ കൂടെ ഇഷ്യൂ ആണ് ഒരു അൺഒപ്പോസ്ഡ് ആയിട്ട് ഒരു സീറ്റ് ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചു. അത് സത്യത്തില് ആൾക്കാര്, ശരിയാണ്, ആം ആദ്മി പാർട്ടി ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ആൾക്കാർ പറയുന്നത് ഇങ്ങനെ ചെയ്തില്ലേലും BJPയുടെ സ്ട്രോങ് ഹോൾഡ് തന്നെയാണ് സൂറത്ത് എന്ന് പറയാതിരിക്കാനും പറ്റത്തില്ല. അതേസമയം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും ഏതെല്ലാം തരത്തിലും എന്ത് തരത്തിലും ആ എതിർ കക്ഷിയെ അല്ലെങ്കിൽ ഒപ്പോണന്റിനെ ഡിമോറലൈസ് ചെയ്യാൻ വേണ്ടി ഏത് എക്സ്ട്രീം ലെവൽ വരെയും പോകാൻ തയ്യാറുള്ള ഒരു രീതിയാണ് BJPക്ക്. റൈറ്റ്. നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യം, ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ 1995 മുതൽ പ്രതിപക്ഷത്താണ് കോൺഗ്രസ്. അധികാരത്തിലില്ലാതിരിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ സംഘടനയെ ഏതു വിധത്തിൽ ശോഷിപ്പിക്കും എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങൾ, ഗുജറാത്ത് മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടെ നമ്മൾ കണ്ടുവരുന്നതാണ്. പക്ഷേ ഗുജറാത്തിൽ അത്ര എളുപ്പത്തിൽ കോൺഗ്രസ് ദുർബലമായിരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ചരിത്രം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുക, കോൺഗ്രസ് അവിടെ 11 സീറ്റിൽ വിജയിച്ചിരുന്നു. 2009 BJP 15 സീറ്റിൽ വിജയിച്ചു. അന്ന് 43.86% വോട്ടുണ്ടായിരുന്നു കോൺഗ്രസ്. അവിടെ നിന്നാണ് 2014 2019 ഒരു സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുന്നത്. ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ പെട്ടെന്ന് 2009 11 സീറ്റ് ഉണ്ടായിരുന്നത് 2014 എത്തുമ്പോൾ 0 ആവുന്നു. അത് ഈ നരേന്ദ്രമോദി ഫാക്ടർ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകാൻ മത്സരിക്കുന്നു എന്ന തോന്നൽ ഗുജറാത്തികൾക്കുണ്ടാക്കിയ ഒരു ഇമോഷൻ, അത് മാത്രമാണോ അതോ ഈ കോൺഗ്രസ് സ്വമേധയാ അവരുടെ സംഘടന ദുർബലമായത്? എന്താണ് യഥാർത്ഥത്തിൽ ഈ വലിയ പരാജയത്തിലേക്ക് കോൺഗ്രസ് പോകാനിടയാക്കിയ ഒരു കാരണം? 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. മോദി ഫാക്ടർ ഉണ്ട് വളരെ അധികമായിട്ട്. അതിനു മുമ്പ് അഡ്വാനി ഫാക്ടർ ഉണ്ടായിരുന്നു, അഡ്വാനി നരേന്ദ്രമോദി. പക്ഷെ അതുപോലെ തന്നെ ഏറ്റവും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹിന്ദുത്വ ഫാക്ടർ, മുസ്ലിം ഹിന്ദു റിഫ്റ്റ്. ഗോദ്രയ്ക്ക് ശേഷം ഇത്ര അധികമായിരുന്നു, വളരെ അധികം വേറൊരു സ്റ്റേറ്റിൽ ഇല്ലാത്ത മാതിരി ഈ സെഗ്രിഗേഷൻ ഉണ്ടായിട്ടുണ്ട് ഈ കമ്മ്യൂണിറ്റീസിന്റെ ഇടയ്ക്ക്. അത് വളരെയധികം നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള സെഗ്രിഗേഷൻ ആണ്. ആൾക്കാർ ഹിന്ദുസും മുസ്ലിങ്ങളുമായിട്ട് ഇന്ററാക്ഷൻ തന്നെ ഇല്ലെന്നായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ആ രീതിയിൽ സ്റ്റേറ്റിനെ എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ അതൊരു വലിയൊരു ഫാക്ടറാണ്. മുസ്ലിങ്ങൾ ഒരു സെപ്പറേറ്റ് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ഓൾമോസ്റ്റ് ആ രീതിയിലുള്ള സർവൈവൽ ആണ് ഈ സ്റ്റേറ്റില്. അത് മജോറിറ്റി അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായി. കോൺഗ്രസ് പ്രോപ്പറായിട്ട് അത് കൗണ്ടർ ചെയ്തില്ല.
ആ രീതിയിൽ വന്നപ്പോഴത്തേക്കും ആ ഐഡിയോളജിയും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ഐഡിയോളജിയും തന്നെ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോദി ഫാക്ടർ. പിന്നെയുള്ളത് കോൺഗ്രസിന്റെ വലിയ സീനിയർ ലീഡേഴ്സ് എല്ലാരും തന്നെ ഈ ശങ്കർ സിംഗ് വഘേല പോലെയുള്ളവർ BJP വന്ന ആൾക്കാരും തിരിച്ചു പോവുകയും അവർക്കൊന്നും എന്തോ ഒരു അതൊക്കെ ഒത്തിരി സെൻട്രൽ ലീഡർഷിപ്പിന്റെ വീക്ക്നെസ്സുകളുമാണ്. അത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ കൂട്ടത്തില് എന്താ പറയുന്നത് എൻകറേജ് ചെയ്യുന്ന രീതിയിലൊന്നും ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടില്ല. ഒരു ഉപേക്ഷിക്കപ്പെട്ട സ്റ്റേറ്റ് മാതിരി ആയി ഓഫ് ലേറ്റ്. അത് ഞങ്ങൾക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇത് ശ്രമിച്ചാലും കിട്ടത്തില്ല എന്നുള്ളൊരു ഗിവിങ് അപ്പ് മാതിരി ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ഒരു സിറ്റുവേഷന് വന്നത്. അപ്പം ഈ കംപ്ലീറ്റ് ഈ ഭാരത് യാത്ര, മോദിയുടെ ഭാരത് യാത്ര ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയതാണല്ലോ. അത് കോൺഗ്രസ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു. അത് ഞങ്ങൾക്ക് അവിടെ സ്പേസ് ഇല്ല. അത്ര മോശമൊന്നുമല്ല. കാരണം അത് 2017 ഇലക്ഷന് മോശമല്ലെന്ന് തെളിയിച്ചല്ലോ. തെളിയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ആരാ റീഡിങ് ഓൺ ദ വോൾ, ആരാ ഇത് ഈ ഭിത്തിയിൽ എഴുതിയിരിക്കുന്ന വായിക്കാൻ കോൺഗ്രസിൽ ആരും ഇല്ല. അന്നത്തെ കാലത്തും ഇല്ല, ഇന്നത്തെ കാലത്തും ഇല്ല. റൈറ്റ്. ആ അവസ്ഥയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൻ്റെയും AIPയുടെയും സാധ്യതകൾ ഒരുപക്ഷെ BJPക്ക് ഉള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായ പുരുഷോത്തം റുപാല, അദ്ദേഹം രാജ്കോട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് ഇത്തവണ. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വലിയ ചർച്ചയായിരുന്നു. അവിടുത്തെ രാജകുടുംബങ്ങളെ പറ്റിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. മുൻ രാജാക്കന്മാർ വിദേശികൾക്കൊപ്പം ഭക്ഷണം കഴിച്ച് പെൺമക്കളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്ത് ജീവിക്കുകയായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. വലിയ എതിർപ്പാണ് ക്ഷത്രിയ സമുദായത്തിൽ നിന്ന് ഈ പ്രസ്താവനയെ തുടർന്നുണ്ടായത്. ഈ പ്രസ്താവന വലിയ ചർച്ചയാവുകയും ക്ഷത്രിയ സമുദായം വലിയ തോതിൽ അതിനെ എതിർക്കുകയും ചെയ്തതോടുകൂടി റുപാല പലതവണ മാപ്പ് പറഞ്ഞു. BJP നേതാക്കൾ പല കുറി പോയി ചർച്ച നടത്തി. പക്ഷേ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം പോലും അതിനൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പ്രസ്താവന ഏത് വിധത്തിലായിരിക്കും BJPയുടെ സാധ്യതകളെ ബാധിക്കാനിടയുള്ളത്? ഇപ്പോൾ റുപാല മത്സരിക്കുന്ന രാജ്കോട്ടിലോ അല്ലെങ്കിൽ കോൺഗ്രസിന് നല്ല ശക്തമായ സ്വാധീനമുള്ള ആനന്ദ്, അവിടെ ഈ ക്ഷത്രിയ സമുദായത്തിന് അത്യാവശ്യം സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടെയൊക്കെ ഈ പ്രസ്താവന ഉണ്ടാക്കിയ ചേരിതിരിവ് അത് ഏതെങ്കിലും വിധത്തിൽ കോൺഗ്രസിനെ സഹായിക്കാൻ സാധ്യതയുണ്ടോ? വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുരുഷോത്തം റുപാല നടത്തിയത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പല പ്രാവശ്യം ക്ഷമ യാചിച്ചെങ്കിലും അത് രാജ്പൂത് കമ്മ്യൂണിറ്റി, അതായത് ഗ്രേറ്റർ ഇതില് ക്ഷത്രിയ സമുദായം അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. സത്യത്തില് സ്വീകരിക്കാവുന്ന ഒരു ഇഷ്യൂവേ ഉള്ളൂ. പക്ഷെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തത് ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാല് ഇത് മാത്രമല്ല ഇഷ്യൂ. അകത്ത് ഉള്ളിൽ എന്തൊക്കെയോ വേറെ ഇത് സ്മോൾഡർ ചെയ്യുന്നുണ്ട്. പുകഞ്ഞ് തീയും പുകയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. കാരണം ഒരു ഇൻസ്റ്റൻസ് ആനന്ദിലെ ഇഷ്യൂ ആണ്. ആനന്ദ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ബോഡീസില് ഉള്ള ഇലക്ഷനില് ക്ഷത്രിയരുടെ മേധാവിത്വമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കുറെ നാളായിട്ട് ആൾക്കാരെല്ലാം റീപ്ലേസ് ചെയ്ത് എല്ലാം പട്ടേൽസിന് കൊടുത്തു. അവരെ ക്ഷത്രിയരെല്ലാം റീപ്ലേസ് ചെയ്ത് പട്ടേൽസിനെ കൊടുത്തു. അതൊരു അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാനിലെ ഇലക്ഷനിൽ പോലും റുപാലയുടെ ഈ സ്റ്റേറ്റ്മെന്റ് പല കോൺസ്റ്റിറ്റ്യുവൻസിലും രാജ്പൂത്തുകളെ BJPയോട് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കാൻ കാരണമായി തീർന്നു. കോൺഗ്രസ് ഒരു 10-15 വർഷമായിട്ട് ബേസിക്കലി രാജ്പൂത്ത് അല്ലെ ക്ഷത്രിയര് BJP വോട്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ കമ്മിറ്റഡ് കോൺഗ്രസ് വോട്ടേഴ്സ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്, ഇല്ലെന്നല്ല. എങ്കിൽ തന്നെയും മജോറിറ്റി ഒരു BJP വോട്ടേഴ്സ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അവര് പോലും ഈ പ്രാവശ്യം രാജസ്ഥാനില് ഒന്നുകിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തു, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവര് അബ്സ്റ്റെയിൻ ഫ്രം വോട്ടിങ്. അതുകൊണ്ടും കൂടെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ പോളിംഗ് പെർസെന്റേജ് കുറഞ്ഞത്. അവരുടെ അബ്സ്റ്റനൻസ് കാരണം പോളിംഗ് പെർസെന്റേജ് കുറഞ്ഞു എന്നുള്ളതാണ് രാജ്പൂത് വോട്ടുകളുടെ. അത് ഏതായാലും ചില കോൺസ്റ്റിറ്റ്യുവൻസിലൊക്കെ അത് വളരെയധികം ഇത് അതിന്റെ റിസൾട്ടിനെ ബാധിക്കുമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് ഗുജറാത്ത് മാത്രമല്ല, ബാക്കിയുള്ള പല സ്ഥലങ്ങളിൽ. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു കാര്യം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത് അവർക്ക് താല്പര്യം ഉണ്ടായിട്ടാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിന് ഈ ലൈൻ അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമൊന്നും അല്ല അവര് BJPയോട് എന്താ പറയുന്നത് അൺഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെട്ടിരിക്കാൻ കാരണം ഇത് മാത്രമല്ല.
വേറെ കാരണങ്ങളും കൂടെയുണ്ട്. ഈ പുരുഷോത്തം രൂപാലയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ സ്വാധീനിക്കുന്ന ചില മണ്ഡലങ്ങളെങ്കിലും ഗുജറാത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഒക്കെ കൂടുതൽ അവരുടെ സഖ്യത്തിന് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചില മണ്ഡലങ്ങളുണ്ട്. വടക്കൻ ഗുജറാത്തിലെ ബനസ്കന്ത കോൺഗ്രസ് MLA ഗനിഖാൻ താക്കൂറും BJPയുടെ രേഖാബെൻ ചൗധരിയും ശക്തമായ മത്സരമായിരുന്നു അവിടെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ക്രൗഡ് ഫണ്ടിങ്, ഗനിബെൻ താക്കൂർ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് അവരുടെ തെരഞ്ഞെടുപ്പ് ചെലവിനുള്ള പണം കണ്ടെത്തിയത്. അങ്ങനെ അവിടെ നിന്നുള്ള സിറ്റിംഗ് MLA ആണ്, അവർക്ക് അവിടെ സ്വാധീനമുണ്ട്. അപ്പോൾ ശക്തമായ മത്സരം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വടക്കൻ ഗുജറാത്തിലെ സബർകന്ത, അവിടെയും BJPക്ക് ശക്തമായ വെല്ലുവിളിയുണ്ട്. കാരണം വെച്ചാൽ BJP ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നു, ബികാജി താക്കൂർ. അത് പ്രവർത്തകരുടെ എതിർപ്പ് മൂലം ആ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വരുന്നു. പകരം ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു, ശോഭനാബെൻ ബരയ്യ. അവരൊരു സ്കൂൾ അധ്യാപിക മാത്രമായിരുന്നു. BJPയുടെ രാഷ്ട്രീയ നേതൃനിരയിലൊന്നും അത്രമാത്രം പ്രധാനപ്പെട്ട റോളില്ലാത്തതായിരുന്നു. അത് അവർക്കെതിരെ എതിർപ്പ് വരുന്നു. ഇങ്ങനെ പല നിരക്കുള്ള പ്രശ്നങ്ങൾ ഈ ബനസ്കന്തയിൽ വേറെ നിലയ്ക്കാണെങ്കിൽ സബർകന്തയിൽ വേറെ നിലയ്ക്കാണ് പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ ഈ രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് ഒരു വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ പോളിംഗ് ഗുജറാത്തിലെ 25 സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് ബനസ്കന്തയുമാണ്. ഈ 2 സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ എത്രത്തോളമാണ്? ഈ സീറ്റുകളിൽ, അതായത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, കാൻഡിഡേറ്റ്സിന്റെ സെലക്ഷനെ പറ്റി എനിക്ക് പറയാനുണ്ട്. ഞാനൊരു വലിയൊരു ഹിന്ദി ന്യൂസ് പേപ്പറിന്റെ റെസിഡന്റ് എഡിറ്ററുമായിട്ട് സംസാരിക്കുകയായിരുന്നു ഇന്നലെ. അദ്ദേഹം പറഞ്ഞു, BJPയും കോൺഗ്രസും തമ്മിൽ ഈ പ്രാവശ്യം ഒരു ഡിഫറൻസ് ഉണ്ട്, സാധാരണ ഇലക്ഷനിൽ ഉണ്ടാകാത്ത ഒരു ഡിഫറൻസ്. അത് എന്താന്ന് ചോദിച്ചാൽ, സാധാരണ BJPയില് കാൻഡിഡേറ്റ്സിനെ താങ്കൾ മുമ്പേ പറഞ്ഞ പോലെ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്ത് ഒരു ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ റിസെന്റ്മെന്റോ ഉണ്ടാകാറില്ലാത്തതാണ്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ വളരെ പല കേസുകളും ഉണ്ടായി. അതേസമയം ഈ പ്രാവശ്യം കോൺഗ്രസിന്റെ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്ത് ഒരിടത്തും ആരും തന്നെ അവർക്കെതിരായിട്ട് പ്രൊട്ടസ്റ്റുകളോ കംപ്ലൈൻസോ ഒന്നും ഇല്ലായിരുന്നു. കാൻഡിഡേറ്റ് സെലക്ഷൻ ആ രീതിയിൽ, ഓഫ് കോഴ്സ് വിട്ടുപോയ ആളെ അത് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള സെലക്ഷൻ വളരെ എല്ലാവർക്കും സമ്മതകരമായിട്ടുള്ള ഒരു സെലക്ഷൻ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു വലിയൊരു വ്യത്യാസം ഈ പ്രാവശ്യം ഉണ്ട് ഈ കാൻഡിഡേറ്റ് സെലക്ഷനിൽ. അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒക്കെ ആദിവാസി ഏരിയാസ് ആണ്, ഈ സബർകാന്ത, ബനസ്കാന്തയൊക്കെ. അപ്പൊ അവിടെ അത് രാജസ്ഥാന്റെ ബോർഡർ ഏരിയാസ് ആണ്. കുറച്ചൊക്കെ സ്റ്റേറ്റുകൾ ഷെയർഡ് സെന്റിമെന്റ്സിന്റെ ഒരു റിഫ്ലക്ഷൻ ആവാം. അതുപോലെ തന്നെ ആദിവാസി, മുസ്ലിം, രാജ്പൂത് അങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ആവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒരു നിഗമനം. അതുകൊണ്ട് ഈ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ആനന്ദ്, സബർകാന്ത, ബറോച്ച്, ബനസ്കാന്ത ആ സീറ്റുകളിലാണ് കൂടുതലും പ്രതിപക്ഷം ആശ അർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ബറൂച്ചിൻ്റെ കാര്യം സൂചിപ്പിച്ചു. AP മത്സരിക്കുന്നത് ബറൂച്ചിലാണ്. സിറ്റിംഗ് MLA അവിടുത്തെ ബറൂച്ച് ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ചൈതർ വാസവയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ആ മേഖലയിൽ അത്യാവശ്യം നല്ല സ്വാധീനമുള്ള നേതാവാണ് ചൈതർ വാസവ. അതുകൊണ്ടുകൂടിയായിരിക്കണം ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ BJP അദ്ദേഹത്തെ BJPയിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ തോതിൽ ശ്രമം നടത്തിയത്. പക്ഷേ അവിടെ കോൺഗ്രസിൻ്റെ ഈ അഹമ്മദ് പട്ടേലിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പ് AAP നേരിട്ടിരുന്നു. അവർക്ക് ആ മണ്ഡലത്തിൽ ക്ലെയിം ഉണ്ട് എന്നുള്ള നിലയ്ക്ക്. മറ്റൊരു സീറ്റ് ഭാവ്നഗറാണ് AAP മത്സരിക്കുന്നത്. ഈ 2 സീറ്റുകൾ ബറോച്ചിൽ ഒരുപക്ഷെ ശക്തമായ മത്സരമുണ്ട് എന്ന് പറയാം. അവിടെയൊക്കെ എന്താണ് സാധ്യത? ബറോച്ചിൽ എത്രയായാലും വളരെ സാധ്യതയുണ്ട്. അത് അവിടെ ഒരു ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് വളരെ പോസിബിലിറ്റീസ് ഉണ്ട്. അവിടുത്തെ പോളിംഗ് പെർസെൻറ്റേജും കുഴപ്പമില്ല. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് ആയിട്ട് കരുതേണ്ടിയിരിക്കുന്നു. ബാക്കിയുള്ള ആം ആദ്മിയുടെ അടുത്ത സീറ്റിലെ പറ്റി അത്രയ്ക്ക് ആശാവഹമല്ല, എങ്കിലും ഒരു കോണ്ടസ്റ്റ് കൊടുക്കും എന്നുള്ളതാണ് ആകെയുള്ള പ്രതീക്ഷ. ഈ വസാവ കമ്മ്യൂണിറ്റി വളരെ ഹൈപ്പറാണ്. രാജസ്ഥാനിൽ ഈ ട്രൈബൽ മൂവ്മെന്റിന്റെ ഒരു ലീഡർ ആയിരുന്ന അദ്ദേഹം ഒരു വസാവ തന്നെയാണ്. 7 പ്രാവശ്യം MLA ആയിട്ടിരുന്നുള്ള ആളാണ് അവിടെ. അപ്പോൾ ഈ വസാവകൾ ഇപ്പം ചില സമയത്തൊക്കെ ചില കമ്മ്യൂണിറ്റീസ് വളരെ അപ്സർജിലായിരിക്കും. ചില സമയത്ത് വസാവകളുടെ ടൈമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ബറൂച്ചിൽ ഒരു നല്ല പ്രദർശനം വെച്ചിട്ടുണ്ടാവണം എന്നാണ്. റിസൾട്ട് കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. എങ്കിലും
എന്ന് വിചാരിക്കുന്നു. കോൺഗ്രസ് എത്രമാത്രം ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ബേസ് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഇവരുടെ ബേസ് വോട്ട് ഓൾമോസ്റ്റ് സെയിം ആണല്ലോ. ഡൽഹിയിൽ സംഭവിച്ചതും അത് തന്നെയൊക്കെയാണല്ലോ. കോൺഗ്രസിനെ ഡെസിമേറ്റ് ചെയ്താണല്ലോ ആം ആദ്മി വരുന്നത് തന്നെ. ഇപ്പൊ ഇവിടെ മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്ന പോലെ സിമിലർ ആയിട്ടുള്ള പല പാർട്ടികൾ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുകയും സർവൈവ് ചെയ്യുകയും ചെയ്യുന്ന സിറ്റുവേഷൻ അല്ല. കേരളത്തിൽ അതുപോലെയൊക്കെയാണ്. പക്ഷെ അതേസമയം ബാക്കിയുള്ള ഈ സ്റ്റേറ്റുകൾ, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഷെയർ ചെയ്തിട്ട് എല്ലാവരും സർവൈവ് ചെയ്യുന്ന ഒരു സ്ഥിതി ആയിട്ടില്ല. ഒന്നുകിൽ ഒരു പാർട്ടി വന്നു അതിനെ ഓൾമോസ്റ്റ് ഡിസ്പ്ലേസ് ചെയ്താണ് സിമിലർ ആയിട്ടുള്ള ഒരു പാർട്ടി വരുന്നത്. നമ്മുടെ ഡെമോക്രസിയുടെ ഒരു സ്റ്റൈലും കൂടെ ആവാം. പക്ഷെ ഓവർ എ പീരിയഡ് പിന്നെ എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ സർവൈവ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഗുജറാത്ത് പരിഗണിച്ച് കഴിഞ്ഞാൽ തീവ്ര ഹിന്ദുത്വയുടെ പരീക്ഷണശാലയാണ് ഗുജറാത്ത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2002 വംശഹത്യാ ശ്രമത്തിൽ തുടങ്ങിയ പരീക്ഷണം അത് ആ സൊസൈറ്റി ഏത് വിധത്തിലാണ് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു BJPക്ക് സ്ഥിരമായി ഭരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് സണ്ണി സെബാസ്റ്റ്യൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രയാണം തുടങ്ങുമ്പോൾ ഗുജറാത്ത് മോഡൽ രാജ്യത്താകെ എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. അതും വേറൊരു തരത്തിലുള്ള പരീക്ഷണമായിരുന്നു. ഗുജറാത്ത് മോഡൽ എന്തായിരുന്നു, ആ മോഡലിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ മോഡലായി കാണിക്കപ്പെട്ടതൊക്കെ മോഡലായിരുന്നോ എന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അതും നേരത്തെ ശ്രീ സണ്ണി സെബാസ്റ്റ്യൻ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ പോരായ്മ, കർഷകരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ വിഷയമായിരുന്നു ഗുജറാത്തിൽ. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു വിജയത്തോടടുത്ത പരാജയം ഏറ്റുവാങ്ങുന്ന ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. സണ്ണി സെബാസ്റ്റ്യൻ എന്താണ് വിചാരിക്കുന്നത്? ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഈ അടിസ്ഥാന വിഷയങ്ങളെ മറികടന്നുകൊണ്ട് ഈ 2002 വംശഹത്യാ ശ്രമത്തെ തുടർന്നുണ്ടാക്കിയ ആ ധ്രുവീകരണം, അതിൻ്റെ മാത്രം ബലത്തിൽ തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇപ്പോഴും BJPക്കുണ്ടോ? അതുകൊണ്ടാണല്ലോ ഈ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞതും. ആ മാതിരിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പൊ ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാമ മന്ദിരം ഉണ്ടാക്കി കഴിഞ്ഞിട്ട്, രാമക്ഷേത്രം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഈ സിറ്റുവേഷനില് പക്ഷേ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്, കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഡിബേറ്റ്, ഡെവലപ്മെന്റ് ഇഷ്യൂസിലുള്ള ഒരു ഡിബേറ്റ്, അല്ലെങ്കിൽ മോഡൽ സ്റ്റേറ്റ് ആണോ അല്ലയോ എന്നുള്ള ഡിബേറ്റ്, അല്ലെങ്കിൽ ഗുജറാത്ത് മോഡൽ എന്താണ്, ഗുജറാത്ത് ഈ മോഡൽ പറയാൻ തുടങ്ങിയിട്ട് ഒരു 20 വർഷമായെങ്കിലും അല്ലെ 25 വർഷം ആയെങ്കിൽ പോലും എന്താണ് ഗുജറാത്ത് മറ്റുള്ള സ്റ്റേറ്റ്, ഗുജറാത്തിനേക്കാളും വളരെ വെൽഫെയർ കാര്യങ്ങളിലൊക്കെ മെച്ചമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് കേരളമായിരിക്കുമല്ലോ. കേരളം പോലെ തന്നെ ആ രീതിയിലുള്ള വെൽഫെയർ സ്റ്റേറ്റ് തന്നെയാണ് തമിഴ്നാട്. അവിടെ ഒരു മലയാളി വന്ന് ഗുജറാത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് പോലെയൊക്കെ തന്നെയാണ്. വെൽത്ത് ജനറേഷൻ ഉണ്ട് അവിടെ. വെൽത്ത് ജനറേഷൻ, പൈസ ഉണ്ടാക്കാൻ ഗുജറാത്തികൾക്ക് അറിയാം. അതുകൂടാതെ വെൽത്ത് ജനറേഷൻ ഫാക്ടറീസും ഇൻഡസ്ട്രീസും ഒക്കെ ഉണ്ട്. പല കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി നോംസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും നോക്കാതെ തന്നെയുള്ള സംഗതിയാണ്. ഈവൻ വാപ്പി എന്നൊക്കെ പറയുന്ന ആ സ്ഥലങ്ങളിലൊക്കെ, ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ രാജസ്ഥാനിൽ നിന്ന് പറഞ്ഞു വിട്ട, ഞാനത് ശരിക്കും അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. രാജസ്ഥാനിൽ നിന്ന് ഉദയ്പൂർ എന്ന് പറഞ്ഞു വിട്ട ഒരു കെമിക്കൽ ഫാക്ടറി പിന്നീട് ഗുജറാത്തിൽ പോയി അത് സ്ഥാപിക്കപ്പെട്ടു. അതൊക്കെ ആ രീതിയിലുള്ള ലൂസ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ്. കാരണം മനുഷ്യ ജീവിതത്തിന് അവിടെ ജീവന വിലയില്ലാത്ത രീതിയിൽ നടത്തുവാണെങ്കിൽ നമുക്ക് ഫാക്ടറികൾ നന്നായിട്ട് ഓടിക്കാം, പ്രോഫിറ്റ് മാർജിൻസ് മച്ച് ബെറ്റർ ആയിരിക്കും, വെൽഫെയർ സ്കീംസ് തൊഴിലാളികൾക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പം പ്രോഫിറ്റ് മാർജിൻ കൂടുതലുണ്ടാവും, വെൽത്ത് ജനറേഷൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ വളരെ കുറഞ്ഞ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പോക്കറ്റിലോട്ട് എല്ലാ വെൽത്തും പോകുന്നു. ആ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതൊന്നും ഡിബേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുകയില്ലെന്ന് അവിടെയുള്ള കോൺഗ്രസ് ലീഡർഷിപ്പിന് അറിയാമായിരിക്കാം പെർഹാപ്സ്. അതുകൊണ്ടും കൂടി ഇങ്ങനെ ഒരു സ്ഥിതി അവർ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ കാസ്റ്റ് ഇക്വേഷൻസിൽ കൂടുതൽ ശ്രദ്ധിച്ചു. അത് കുറച്ചൊക്കെ റിസൾട്ട് കൊടുക്കുമായിരിക്കും. നോർത്ത് ഇന്ത്യയിൽ ഇപ്പം കമ്മ്യൂണലിസത്തെ, വർഗീയതയെ ഫൈറ്റ് ചെയ്യുന്നത് കാസ്റ്റ് വഴിയാണ്. അങ്ങനെ ഒരു മോഡലേ ഇവർ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഒരു വേ ഔട്ട് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് കാസ്റ്റ് ആണ്. കാസ്റ്റ് ഒരു തരത്തില് ഒരു ഗ്രാസ് റൂട്ട് ലെവൽ അപ്രോച്ച് ആണ്. നോർത്ത് ഇന്ത്യയിൽ കാസ്റ്റ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ഒന്നിനധികം ഓവർ എ പീരിയഡ് നമ്മൾ കൂടുതലും കാസ്റ്റിലോട്ട് അങ്ങോട്ട് ഇൻവോൾവ് ആവുക ചെയ്യുന്നത്, ഹൈറാർക്കിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതാണ് ഇലക്ഷൻ
ഒരു വിജയത്തിന് വേണ്ടിയിട്ട് കാസ്റ്റ് കോമ്പിനേഷൻസ് ആണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടി ഈ പ്രാവശ്യം കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത്. അല്ലാതെ നേരിട്ടൊരു BJP ആയിട്ടൊരു ഡയലോഗ് നടത്തി അല്ലെ അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് ഡെവലപ്മെന്റ് ഇഷ്യൂസിൽ അവരുടെ ക്ലെയിംസ് ഒക്കെ ഡിമോളിഷ് ചെയ്ത് അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങുന്ന ഒരു രീതി ആയിരുന്നില്ല. അങ്ങനെ ഒരു രീതി ചിലപ്പോൾ വന്നേക്കും, പക്ഷെ അതിനുവേണ്ടി ആൾക്കാരെ തയ്യാറാക്കേണ്ടതായിട്ടിരിക്കുന്നു. അത് തൽക്കാലം ഉണ്ടായിട്ടില്ല. റൈറ്റ്. എന്തായാലും ഈ കാസ്റ്റ് ഇക്വേഷൻ വെച്ചുകൊണ്ട് കമ്മ്യൂണൽ ഇക്വേഷനെ അല്ലെങ്കിൽ ജാതി സമവാക്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ശക്തമായ മത്സരം BJPക്ക് മുന്നിൽ വെക്കുക എന്നുള്ളൊരു തന്ത്രമാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഗുജറാത്തിൽ ഇത്തവണ പയറ്റിയത്. ഈ വലിയ വിജയങ്ങളൊന്നും കോൺഗ്രസും ആം ആദ്മി പാർട്ടി സഖ്യവും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. എത്ര സീറ്റിലുണ്ടാവും ഒരു ശക്തമായ മത്സരം എന്ന് നമുക്ക് ഗുജറാത്തിൽ പറയാൻ കഴിയുക? ഒരു ഹാഫ് എ ഡസൻ സീറ്റ്സ്, അതായത് 5 മുതൽ 6 വരെ എന്ന് പറയാവുന്നതാണ്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത സ്ഥലങ്ങളൊക്കെ കോൺടെസ്റ്റ് ഉള്ള സ്ഥലങ്ങളാണ്. സബർകാന്ത, ബാനസ്കാന്ത, ആനന്ദ്, ബറോച്ച് അങ്ങനെയുള്ളതൊക്കെ, ഭാവ്നഗർ. അത്ര പ്രതീക്ഷ തൽക്കാലം ആ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസും സഖ്യകക്ഷി ആം ആദ്മി പാർട്ടിയും നീങ്ങുന്നത്. മോഡസ്റ്റ് ആയിട്ടുള്ള ക്ലെയിംസ് ഒക്കെ ഉള്ളൂ. പക്ഷേ ഓവറോൾ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റിയതിൽ തന്നെ അവര് സന്തോഷിക്കുന്നുണ്ട്. അവർക്ക് സന്തോഷിക്കാൻ വകയുണ്ടെന്നുള്ളതാണ്. കാരണം അതുമാതിരി കാര്യങ്ങളൊക്കെ മോശമായിട്ടിരുന്നു ഓപ്പോസിഷനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പ്രത്യേകിച്ച് ലോ പോളിംഗ് എനിക്ക് തോന്നുന്നത് അത് BJPക്ക് അഗൻസ്റ്റ് ആയിട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. എത്രയായാലും BJPക്ക് ഫേവർ എല്ലാം തീർച്ച. കാരണം 5 ലക്ഷത്തിന്റെ മാർജിൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. 5 ലക്ഷത്തിന്റെ മാർജിൻ 26 സീറ്റിലും വേണം. 25 സീറ്റേ ഒടുവിൽ മാർജിൻ കാണിക്കാൻ കിട്ടിയുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ 5 ലക്ഷത്തിന്റെ മാർജിൻ വേണം എന്ന് പറഞ്ഞ് ഷാ ക്യാമ്പയിൻ ചെയ്തതാണ് ഗുജറാത്തില്. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഇതുപോലെ പോളിംഗ് പെർസെന്റേജ് താഴെ വരുമ്പോഴത്തേക്കും മാർജിനും താഴെ വരും. ജയിക്കുകയാണെങ്കിൽ തന്നെ മാർജിനും താഴെ വരും. അത് ഈ ആഗ്രഹങ്ങളൊക്കെ വളരെ ഒരുമാതിരി പറഞ്ഞാല് ഇല്ലെജിറ്റിമേറ്റ് അല്ല, അൺഎത്തിക്കലാണ്. എന്തുകൊണ്ട് 5 ലക്ഷത്തിന്റെ മാർജിൻ വേണം? അപ്പൊ ഒടുവിൽ നമുക്ക് സൂററ്റ് ടൈപ്പ് സിറ്റുവേഷൻ ആണ് ഐഡിയൽ എന്ന് വേണേലും ഒടുവിൽ പറയാലോ. എന്തിന് കോൺടെസ്റ്റ് വേണം? കോൺടെസ്റ്റ് ഇല്ലാതെ നിങ്ങളെ കാൻഡിഡേറ്റിനെ അങ്ങോട്ട് വിജയിപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവരും അംഗീകരിച്ച കാൻഡിഡേറ്റ് ആണെന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമുക്ക് പേടിക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ ഗുജറാത്തിൽ ഒരൊറ്റ സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസ് AAP സഖ്യത്തിന് നൽകുന്ന മനോവീര്യം അത് വളരെ വലുതായിരിക്കും എന്ന് കരുതണം. അതേസമയം ഒരു സീറ്റിൽ തോറ്റാൽ അത് നരേന്ദ്രമോദി അമിത്ഷാ സഖ്യത്തിന് ഗുജറാത്തിൽ ലഭിക്കുന്ന ഒരു വലിയ ഷോക്കായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും അതിനോട് യോജിക്കുന്നു. ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു. അതുപോലെ ഒരു സീറ്റ് അല്ല, ഒന്നിലധികം സീറ്റ് ഉണ്ടാവാം. ഒരു സീറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ ഈ 26 എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണല്ലോ രാജസ്ഥാൻ പോലുള്ളടത്ത് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ മോണോപ്പൊളിയും ആ അഹങ്കാരവും വളരെയധികം ഇല്ലെന്നായിക്കോളും. അതാണ് ഗുജറാത്തിൻ്റെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള മത്സരത്തിൻ്റെ ചൂട് കഴിഞ്ഞ് പോളിംഗും കഴിഞ്ഞതിന് ശേഷമുള്ള ചിത്രം. BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, പോളിംഗിലുണ്ടായ കുറവ്, ചില മണ്ഡലങ്ങളിലും കോൺഗ്രസ് AAP സഖ്യം നടത്തിയ ശക്തമായ മത്സരം. എന്തെങ്കിലും അത്ഭുതം കാത്തുവയ്ക്കുന്നുണ്ടോ ഗുജറാത്ത്? ഒരു സീറ്റിലെങ്കിലും വിജയിക്കാൻ കോൺഗ്രസ് AAP സഖ്യത്തിന് സാധിച്ചാൽ അത് നരേന്ദ്രമോദി അമിത്ഷാ സഖ്യത്തിന് നൽകുന്ന തിരിച്ചടി അത് ചെറുതായിരിക്കില്ല.